ജീവിതത്തിൽ അസാധാരണമായ വഴികൾ തിരഞ്ഞെടുക്കുന്നത് ഒരു പതിവാണ്. കുറ്റവാളികൾ നിരനിരയായി ഏറ്റവും മുകളിലത്തെ നിലയിൽ നിന്നും താഴത്തെ നിലയിലേക്ക് പടികൾ ഇറങ്ങി തുടങ്ങി. നടന്നു എന്ന് മൈക്കിൻ്റെ മുന്നിൽ നിന്നു. തദനന്തരം അവിടെ ഒരു കൂട്ട കയ്യടി. ഹലോ, ഇന്നൊരു ഓർമ്മക്കഥയാണ്. എല്ലാത്തിനോടും കൗതുകം ലേശം കൂടുതലായതുകൊണ്ട് ജീവിതത്തിൽ അസാധാരണമായ വഴികൾ തിരഞ്ഞെടുക്കുന്നത് ഒരു പതിവാണ്. അങ്ങനെ 10ാം ക്ലാസ് വരെ കേരള സിലബസ് പഠിച്ചിട്ട് ഞാൻ +1 +2 CBSE പഠിക്കാൻ പോയി. 2-3 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും പുതിയ സ്കൂളും കൂട്ടുകാരും ഒക്കെ ഒന്ന് സെറ്റായി തുടങ്ങി. ഒരു ദിവസം രാവിലെ കെമിസ്ട്രിയുടെ എക്സ്ട്രാ ക്ലാസ്സിൽ ഇരിക്കുമ്പം സ്കൂളിലെ ആഭ്യന്തരം, എസ്പെഷ്യലി ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന ഒരു ടീച്ചർ കെമിസ്ട്രി ടീച്ചറിൻ്റെ കയ്യിൽ ഒരു തുണ്ടുകടലാസ് കൊടുത്തിട്ട് എന്തോ കുശുകുശാ പറഞ്ഞിട്ട് അങ്ങ് പോയി. ക്ലാസ് കഴിഞ്ഞ് കെമിസ്ട്രി ടീച്ചർ ആ കടലാസ് എടുത്ത് 4-5 പേരുകൾ വായിച്ചു. ആ പേര് വായിച്ചവരെല്ലാം കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ മലയാളം സംസാരിച്ച കുറ്റവാളികളാണ്. ലിസ്റ്റിൽ എൻ്റെ പേരുമുണ്ട്. ഞാൻ ആ പേരുകൾ എഴുതി കൊടുത്ത പഠിപ്പി കോച്ചിനെ നോക്കി മനസ്സിൽ 4 പല്ല് പറയുമ്പോഴേക്കും കടലാസിൽ വിധിച്ച ശിക്ഷയും വായിച്ചു കഴിഞ്ഞിരുന്നു. വിധിപ്രകാരം കുറ്റവാളികൾ രാവിലത്തെ അസംബ്ലിക്ക് പ്രാർത്ഥന കഴിഞ്ഞാലുടൻ വരിവരിയായി നടന്ന് മൈക്ക് പോയിന്റിലെത്തി ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ പറ്റി 5 സെൻറ്റൻസ് ഇംഗ്ലീഷിൽ സംസാരിക്കണം. അതാണ് ശിക്ഷ. പണ്ട് തൊട്ടേ മൈക്കിലൂടെ സംസാരിക്കുന്നത് എനിക്ക് ചങ്കിടിപ്പ് കൂട്ടുന്നൊരു ഏർപ്പാടാണ്. എൻ്റെ ശബ്ദം മൈക്കിലൂടെ വന്ന് സ്പീക്കറിലൂടെ കേൾക്കുമ്പം വളരെ അരോചകവും ഒപ്പം ഒരു വെല്ലായ്മയുമാണ്. എന്തായാലും വള്ളി കാലിൽ ചുറ്റി. ഇനി ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞ് മനസ്സിന് ധൈര്യമൊക്കെ കൊടുത്ത് അസംബ്ലിക്ക് നിന്നു. ആ സമയം മുഴുവൻ ഞാൻ 10ാം ക്ലാസ്സിലെ ഹിന്ദി പുസ്തകത്തിൽ ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ കുറിച്ച് പഠിച്ചതൊക്കെ ഇങ്ങനെ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുക. രാമേശ്വരത്തെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് 10 മിനിറ്റ് നടന്നാലുടനെ എത്താവുന്ന പ്രശസ്തമായിട്ടുള്ള ശിവക്ഷേത്രം, ആ ക്ഷേത്രത്തിലെ മുഖ്യ പൂജാരിയായിരുന്ന പക്ഷി ലക്ഷ്മൺ ശാസ്ത്രി, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ, കുട്ടിക്കാലത്ത് പത്രമിടാൻ പോയത്, അങ്ങനെ എന്തൊക്കെയോ ഓർമ്മയിൽ വന്നു. അങ്ങനെ ആ സമയമെത്തി. കുറ്റവാളികൾ നിരനിരയായി ഏറ്റവും മുകളിലത്തെ നിലയിൽ നിന്നും താഴത്തെ നിലയിലേക്ക് പടികൾ ഇറങ്ങി തുടങ്ങി. കൂട്ടുപ്രതികളിൽ പലരും ചിരിച്ചും കളിച്ചും നടക്കുമ്പോഴും എൻ്റെ നെഞ്ചിടിപ്പ് കൂടിക്കൂടി വന്നതേ ഉള്ളൂ. മറ്റു കുട്ടികളുടെയും ടീച്ചർമാരുടെയും ഇടയിലൂടെ കുറ്റവാളിയായതിൻ്റെ നാണക്കേടും പേറി എന്തു പറയും, എങ്ങനെ പറയും എന്ന പേടിയുമായി ഞാൻ നടന്നു എന്ന് മൈക്കിൻ്റെ മുന്നിൽ നിന്നു. എന്നിട്ട് എനിക്ക് ചുറ്റും നിന്നവരെ എല്ലാം ഒന്ന് നോക്കി. എന്നിട്ട് എൻ്റെ ആ 5 സെൻറ്റൻസ് പറയാൻ തുടങ്ങി. അവസാനം 1 മിനിറ്റും 48 സെക്കൻഡും കഴിഞ്ഞപ്പം തൊട്ടടുത്തുന്ന ടീച്ചർ എൻ്റെ തോളിൽ തട്ടി പറഞ്ഞു, മതി മോനെ, ഇത്ര മതിയടാ. ഞാൻ നിർത്തി. തദനന്തരം അവിടെ ഒരു കൂട്ട കയ്യടി. നാളിതുവരെ മലയാളം സംസാരിച്ച ഒരു കുറ്റവാളിക്കും കിട്ടാത്ത അംഗീകാരം. ആ കയ്യടി ശബ്ദം കേട്ട് വെട്ടിപ്പിളർന്ന വായുവുമായിട്ട് നിന്ന പഠിപ്പി കൊച്ചിൻ്റെ മുഖം ഞാൻ ഇന്നും ഓർക്കുന്നു. അസംബ്ലി കഴിഞ്ഞ് തിരിച്ചു നടന്നപ്പം 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ എൻ്റെ അടുക്ക് വന്നിട്ട് പറഞ്ഞു, ആഭ്യന്തരം അങ്ങ് ചൂളി അയ്യടാന്നായി പോയി ചേട്ടാ. ആ ദിവസം പണിഷ്മെൻറ്റിൻ്റെ നാണക്കേടിന് പകരം എൻ്റെ കൂടിയ ആത്മവിശ്വാസത്തെ മുറുക്ക കൈ പിടിച്ചാണ് ഞാൻ ആ പടികൾ കയറി ക്ലാസ്സിൽ തിരിച്ചു ചെന്നത്. അന്നു മുതൽ ഡോക്ടർ APJ അബ്ദുൽ കലാം എന്ന വ്യക്തിത്വം ഒരു രാഷ്ട്രപതി എന്നതിനപ്പുറം എൻ്റെ ഉള്ളിലെ ആത്മവിശ്വാസം ഉയർത്തിയ ഒരു മനുഷ്യനായി മാറി. ഒരു പക്ഷേ ആ ദിവസം സ്പീച്ചിന് വന്ന ടോപ്പിക്ക് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഞാൻ അദ്ദേഹത്തെ ഇത്രയധികം ഓർക്കുമായിരുന്നോ എന്ന് പോലും എനിക്കറിയത്തില്ല. പിന്നീട് കോൺഫിഡൻസ് കുറച്ചുകൂടെ കൂട്ടി എൻ്റെ ചിറകുകൾക്ക് തീയിടാൻ അദ്ദേഹത്തിൻ്റെ വിങ്സ് ഓഫ് ഫയർ 6-8 തവണ ഇംഗ്ലീഷിലും മലയാളത്തിലും മാറി മാറി വായിച്ചെങ്കിലും ആദ്യത്തെ 3-4 പേജിനപ്പുറം പോയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ വിയോഗം വാക്കുകൾക്ക് പറയാൻ പറ്റാത്തൊരു വേർപാടായിരുന്നു. ഇന്നും തോന്നും അദ്ദേഹം പോകണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നിങ്ങളുടെ സമയത്തിന് നന്ദി. ഇരുട്ട് ഇനിയും ബാക്കിയുണ്ട്, ഇനിയും വരാം. ഈ കഥ പണ്ട് 2015 അദ്ദേഹം മരിച്ച സമയത്ത് ഞാൻ ഫേസ്ബുക്കിലൊരു പോസ്റ്റായിട്ടിട്ടിരുന്നു. അന്ന് ആ സംഭവത്തിന് ദൃക്സാക്ഷികളായിരുന്നവരുടെ കമൻറ്റുകളും നിങ്ങൾക്കിതിൽ കാണാം. ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ കോഴ്സിൽ എനിക്കിഷ്ടപ്പെട്ട ഒരു പോയം പോലത്തെ വേർഡിങ്ങും ഇതോടൊപ്പം ചേർക്കുന്നു. I designed a 4-line poem-like thing called creativity. Learning gives creativity. Creativity leads to thinking. Thinking provides knowledge. Knowledge makes you good.